നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ റവല്യൂഷൻ ഇൻ മോഡേൺ വേൾഡ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഈ തേർഡ് ബ്ലോക്ക് റഷ്യൻ റവല്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റവല്യൂഷൻ, അതായത് റഷ്യൻ വിപ്ലവത്തിന്റെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട്, അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ ഫ്രഞ്ച് വിപ്ലവം നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഫ്രഞ്ച് വിപ്ലവം നമ്മൾ പഠിച്ചപ്പോൾ അതിന്റെ ഒരു കോഴ്സ് ഇഫക്റ്റ്, ഈ ഒരു രീതിയിലാണ് ആ പഠനം നമ്മൾ പൂർത്തീകരിച്ചത്. ഇവിടെ നമ്മൾ റഷ്യൻ വിപ്ലവം അതുണ്ടാകാനുള്ള കാരണം, അതിന്റെ കോഴ്സ്, അതിന്റെ ഇമ്പാക്ട്, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു റഷ്യൻ വിപ്ലവവും പഠിക്കുന്നത്. ശരി, അപ്പോൾ നമുക്കറിയാം 1917 റഷ്യൻ വിപ്ലവം അരങ്ങേറുന്നത്. അതായത് 20-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ഒരു വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഈ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, അതിന്റെ കാരണം എന്ന് പറയുന്നത്, റഷ്യയിൽ ഉണ്ടായിരുന്ന സർ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ സർ ചക്രവർത്തിമാരുടെ ഭരണം തന്നെയാണ്. സർ ഭരണം റഷ്യയിലെ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏകാധിപത്യ ഭരണത്തിനെതിരെയാണ് ഉണ്ടായിട്ടുള്ള വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ സർ ഭരണത്തിന്റെ അന്യായമായിട്ടുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ ഉയർന്നു വന്ന ജനകീയ പ്രക്ഷോഭമാണ് ഈ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. പലതരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങൾ ഈ റഷ്യയിലെ ഉടനീളം നിലനിന്നിരുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ജനകീയമായിട്ടുള്ള ഒരു ഡിസ്കണ്ടന്റ്, ഒരു അസംതൃപ്തി ഉടലെടുക്കുകയും അത് പിന്നീട് ഒരു വലിയ വിപ്ലവത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഈ സർഭരണത്തിന്റെ ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സർഭരണത്തിന്റെ ചില പ്രത്യേകതകൾ, ഏതൊക്കെ തലത്തിലാണ് അത് ജനങ്ങൾക്ക് ഹാംഫുൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. സർഭരണത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, റഷ്യയില് ഭരണാധികാരി, അതായത് നിക്കോളാസ് രണ്ടാമനായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ ഭരണാധികാരി. നിക്കോളാസ് ഭരണാധികാരികളാണ് സർ ചക്രവർത്തിമാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സർ ഭരണകൂടം അല്ലെങ്കിൽ സാർമാരുടെ ഭരണ രീതി എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് മൊണാർക്കി, ഒരു പൂർണ്ണമായിട്ടുള്ള മൊണാർക്കി ആയിരുന്നു അവര് ഫോളോ ചെയ്തിരുന്നത്. ഇനി ഒരർത്ഥത്തിൽ ഒരു ഡെസ്പോട്ടിസം, ഒരു ദുർഭരണമാണ് അവര് മുന്നോട്ട് വെച്ചത്. ഭരണഘടന ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ജനാധിപത്യ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ദൈവത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് സർ ചക്രവർത്തിമാര് ഭരണം നടത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ അധികാരമില്ലാത്തതുപോലെ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള ചക്രവർത്തിയെയും ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഈ ഒരു തലത്തിലാണ് അവര് ഭരണം നടത്തിയത്. ഇനി ജനങ്ങൾക്ക് ഭരണത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾ അന്ന് ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയമായ അടിച്ചമർത്തലുകൾക്ക് കാരണം നമുക്കറിയാം, ഇത് വളരെ അടുത്ത പീരീഡിലാണ്, അതായത് 1917 ലോകത്ത് പലതരത്തിലുള്ള വിപ്ലവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനാധിപത്യ ആശയങ്ങളൊക്കെ ലോകത്ത് വളരെ പ്രബലമായിട്ട് നിലനിൽക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിൽ തന്നെയാണ് ഈ വിപ്ലവം നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ഒരു അബ്സല്യൂട്ട് മൊണാർക്കിക്കെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് രോഷമുണ്ടാകും അല്ലെ. ജനങ്ങൾ അത്രയും പ്രബുദ്ധരായിട്ടുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു വിപ്ലവം എന്നുള്ള നിലയിൽ പ്രബുദ്ധരായ ജനങ്ങൾ ഈ ഭരണത്തിനെതിരെ പ്രക്ഷോഭം ഉണ്ടാവും. അപ്പൊ ഇത് അടിച്ചമർത്താൻ ഒരു രഹസ്യ പോലീസ് അവര് ഉണ്ടായിരുന്നു. അതായത് ഓഖ്രാന എന്ന പേരിൽ ഒരു രഹസ്യ പോലീസിനെ സർ ചക്രവർത്തിമാര് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് വിമത ശബ്ദങ്ങളെ അപ്പോ തന്നെ അടിച്ചമർത്തുന്ന രീതിയിൽ, വിമതരെയൊക്കെ അടിച്ചമർത്തുന്ന രീതിയിലായിരുന്നു ഇവരുടെ ഈ ഒരു പ്രവർത്തന രീതി ഉണ്ടായിരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, പത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, സമ്മേളന സ്വാതന്ത്ര്യങ്ങളൊന്നും തന്നെ ഈ റഷ്യയില് ആ കാലഘട്ടത്തില് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വിപ്ലവകാരികളെ പിടിച്ച് അവര് സൈബീരിയ നമുക്കറിയാം അല്ലെ, കടുത്ത അതിശൈത്യമുള്ള മഞ്ഞുവീഴ്ചയുള്ള ഒരു പാഴ്ഭൂമി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ഭൂമിയാണ്, ഒരു മരുഭൂമിയാണ്, ശൈത്യ മരുഭൂമിയാണ് സൈബീരിയ. സോ സൈബീരിയയിലേക്ക് നാട് കടത്തുകയാണ് അവര് ചെയ്തത്. ഇനി നമുക്കറിയാം 1905 റഷ്യയില് ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഡ്യൂമ എന്ന
ഇവരുടെ പാർലമെന്റ് ഒക്കെ രൂപം കൊള്ളുന്നത് അല്ലെ. പക്ഷെ ഈ പാർലമെന്റ് പേരിനൊരു പാർലമെന്റ് എന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതല്ലാതെ നമ്മളുടെ സങ്കല്പത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഈ ഒരു പാർലമെന്റിൽ നടന്നിരുന്നില്ല. ഒരു നോക്കൂത്തിയായിട്ട് ഒരു പാർലമെന്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് യഥാർത്ഥ അധികാരമൊന്നും പാർലമെന്റിന് ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ അവകാശങ്ങളുടെ അഭാവം വിപ്ലവ ചിന്തകൾക്ക് സ്വാഭാവികമായിട്ട് അത് വിപ്ലവ ചിന്തകൾക്ക് വഴിതെളിച്ചു. ഇനി സോഷ്യൽ ഇൻഇക്വാളിറ്റി, സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ റഷ്യയിൽ ഉടനീളം നിലനിന്നിരുന്നു. ഇനി ഒരു നൊബിലിറ്റി, ഒരു ഉന്നത കുലജാതരുടെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, അതിന് താഴെ മധ്യവർഗം ഉണ്ടായിരുന്നു, അതിനും താഴെയായിരുന്നു കർഷകര്, തൊഴിലാളികള്. ജനസംഖ്യയിൽ ഭൂരിഭാഗം വരുന്ന ആളുകളൊക്കെ ഈ ഏറ്റവും താഴെ തട്ടിലുള്ള സ്ട്രാറ്റയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഭൂരിഭാഗം ആളുകളും ഈ പറയുന്ന വളരെ ന്യൂനപക്ഷമായിട്ടുള്ള നോബിലിറ്റിയുടെ ഒരു ചൂഷണത്തിന് വിധേയരായിട്ടാണ് ജീവിച്ചിരുന്നത്. അത് അവരെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും അസംതൃപ്തിയിലേക്കും അസമത്വത്തിലേക്കും ഒക്കെ തന്നെ നയിച്ചു. ഇനി ഈ സാമൂഹിക അസമത്വം സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ പ്രക്ഷോഭം വളർത്താനുള്ള ഒരു കാരണമായിട്ട് പ്രവർത്തിക്കും, നമുക്കറിയാമല്ലോ. ഇനി സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി തന്നെ ഇവിടെ വ്യവസായവൽക്കരണം ആരംഭിച്ചു. അപ്പൊ ഫാക്ടറികളിൽ തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ വേതനം, വളരെ നോമിനൽ വേജസ് മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നുള്ളൂ. കൂടാതെ 12 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെയൊക്കെ തൊഴിൽ സമയം ഉണ്ടായിരുന്നു. നമുക്കറിയാം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന രീതിയൊക്കെയാണ് ലോകത്ത് നിലവിലുള്ളത് അല്ലെ. പക്ഷെ ഇതൊന്നും ഇവർക്ക് ബാധകമായിരുന്നില്ല. എന്തായിരുന്നു, ഒരുപാട് സമയം, കൂടുതൽ സമയം വരെ തൊഴിലെടുക്കാൻ അവര് നിർബന്ധിതരായിരുന്നു, അത് തന്നെ വളരെ കുറഞ്ഞ വേതനത്തിൽ. അപ്പൊ തൊഴിലാളികളും സ്വാഭാവികമായിട്ടും വിപ്ലവത്തിന് ഒരു വക്കിലേക്ക് അവരെ ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം ആനയിച്ചു. ഇനി 1905 വിപ്ലവത്തെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് യഥാർത്ഥത്തിൽ റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു വിപ്ലവമാണ് ഈ പറയുന്ന 1905 വിപ്ലവം. 1905 ബ്ലഡി സൺഡേ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാവുന്ന പരിചിതമായിട്ടുള്ള ഒരു പദം തന്നെയാണ് ബ്ലഡി സൺഡേ എന്ന് വെച്ചാൽ വളരെ സമാധാനപരമായിട്ട് സെന്റ് പീറ്റേഴ്സ്ബർഗിലൂടെ ഒരു ജാഥയായിട്ട് ഒരു പ്രക്ഷോഭം നടത്തുകയായിരുന്നു. അത് വളരെ സമാധാനപൂർണമായിട്ടുള്ള ഒരു ജാഥ മാത്രമായിരുന്നു. എന്നാൽ അതിനെതിരെ പോലീസ് വെടിവെക്കുകയും ഒരുപാട് പേര് മരണപ്പെടുകയും ചെയ്യുന്നു. അതോടുകൂടിയിട്ട് ജനങ്ങൾക്ക് ഭരണകൂടത്തിൽ സമ്പൂർണമായിട്ട് വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊരു സൺഡേ ആണ്, അതുകൊണ്ടാണ് ബ്ലഡി സൺഡേ എന്ന് പറയപ്പെടുന്നത്. ഇനി ഇത് 1917, അതായത് വിപ്ലവത്തിന്റെ ഒരു 2ാം ഘട്ടം എന്ന് പറയാൻ പറ്റും അല്ലെ. ഈ ഒരു വിപ്ലവത്തിന് ഇത് കാരണമായി. കൂടാതെ 1-ാം ലോക യുദ്ധത്തില് റഷ്യ വലിയ നഷ്ടം അനുഭവിച്ചു നിൽക്കുകയായിരുന്നു. അപ്പൊ അത് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, സൈനിക പരാജയം, ഇതൊക്കെ തന്നെ ഭരണകൂടത്തിന്റെ ജനപ്രീതി കുറച്ചു. ഇനി ഈ അവിടെ വളരെ രസകരമായിട്ട് ചരിത്രത്തിൽ നമ്മൾ കൗതുകത്തോടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ 1-ാം ലോക മഹായുദ്ധത്തില് റഷ്യൻ സൈന്യത്തെ ഒട്ടും പട്ടാളത്തിൽ ജോലി ചെയ്ത പരിചയമോ സൈനിക പരിശീലനമോ ഒന്നും ലഭിക്കാത്ത സർ നിക്കോളാസ് രണ്ടാമനാണ് ആ ഒരു സൈന്യത്തെ നയിച്ചത്. അത് അദ്ദേഹത്തിന്റെ ഒരു ആവേശമായിരുന്നു. പക്ഷേ വളരെ ദയനീയമായിട്ട് ഈ സൈന്യം പരാജയപ്പെട്ടു. സൈന്യത്തിലെ ഒരു കമാൻഡർ ഇൻ ചീഫ് ആവാനുള്ള യോഗ്യത ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം സൈനിക പരിശീലനങ്ങളൊന്നും തന്നെ സിദ്ധിച്ച ആളായിരുന്നില്ല ചക്രവർത്തി. അപ്പൊ ജനങ്ങളുടെ മുന്നിൽ ഒരു ഹീറോ പരിവേഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഇദ്ദേഹം എടുത്ത ഒരു ബാലിശ തീരുമാനം അതായിരുന്നു. പക്ഷെ ഇത് വലിയ തരത്തില് ജനങ്ങളെ സാർ ചക്രവർത്തിക്ക് എതിരായിട്ടുള്ള ഒരു വികാരം വളർത്തിയെടുക്കുന്നതിന് കാരണമായി. നിങ്ങൾ എക്സാമിനൊന്നും എഴുതണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഈ ഒരു പോയിന്റ്. ചരിത്രത്തിലെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ശരി, ഇനി അപ്പോ ഈ ഒരു യുദ്ധം എന്തായാലും സർ ചക്രവർത്തിമാരുടെ ദുർബലത അല്ലെങ്കിൽ ദൗർബല്യം തെളിയിക്കുന്ന ഒന്ന് തന്നെയായിട്ട് മാറുകയാണ് ഉണ്ടായിരുന്നത്. ഇനി കൂടാതെ വിപ്ലവത്തിന് പശ്ചാത്തലം ഒരുക്കിയ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ബുദ്ധിജീവികളും അതുപോലെ അവരുടെ ഈ കാൾ മാർക്സിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള മാർക്സിസ്റ്റ് ചിന്താഗതികളും. ഇത് റഷ്യയിൽ വളരെയേറെ ഈ ഒരു ആശയങ്ങൾക്ക് പ്രാമുഖ്യം ലഭിച്ചു. സോഷ്യലിസ്റ്റ് ചിന്തകള് തൊഴിലാളികൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഒക്കെ തന്നെ ആഴത്തില് വേരൂന്നിയ ഒരു ആശയധാരയായിട്ട് മാറി. പിന്നീട് ഇത് വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തില് ബോൾഷെവിക് പാർട്ടി ഈ വിപ്ലവം
നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് ബോൾഷെവിക് റെവല്യൂഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, അത് അവിടെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഈ സാറിസ്റ്റ് ഡെസ്പോട്ടിസം റഷ്യയിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക പ്രശ്നങ്ങളെല്ലാം തന്നെ സൃഷ്ടിച്ചു. ഇതൊക്കെ തന്നെയാണ് ഈ റഷ്യൻ വിപ്ലവത്തിന് കാരണമായിട്ട് വരുന്നത്. ഇനി നമ്മളിവിടെ സ്ലാവോഫൈൽസ് അതുപോലെ വെസ്റ്റേണേഴ്സ്, ഈ രണ്ട് ആശയധാരയെ കുറിച്ച് കൂടി നമുക്ക് ഇവിടെ നിന്ന് പരിശോധിക്കാനുണ്ട്. സ്ലാവോഫൈൽസ് എന്ന ആശയത്തിന്റെ വക്താക്കൾ ആരായിരുന്നു, അതുപോലെ വെസ്റ്റേണേഴ്സ് എന്ന ആശയത്തിന്റെ വക്താക്കൾ എന്തായിരുന്നു എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, സ്ലാവോഫൈൽസ് എന്ന് പറഞ്ഞാല് പരമ്പരാഗതമായിട്ട് റഷ്യൻ സംസ്കാരത്തില് ഊന്നിയ ഒരു ആശയധാര. അതുപോലെ വെസ്റ്റേണേഴ്സ് എന്ന് പറഞ്ഞാല് പാശ്ചാത്യ ആശയധാരകൾക്ക് പ്രാധാന്യം നൽകിയ ഒരു ആശയധാര. ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. ഇത് നമുക്ക് നോക്കാം എന്താണ് ഓരോന്നിലും പറയാനുള്ളത് നോക്കാം. എന്തായാലും 19-ാം നൂറ്റാണ്ടില് റഷ്യയിലെ ബുദ്ധിജീവികൾക്കിടയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട രണ്ട് ആശയവാദങ്ങള്, രണ്ട് വിഭാഗങ്ങള് നിലനിന്നിരുന്നു. അതായത് റഷ്യയുടെ പുരോഗതി എന്ന് പറയുന്നത് പാശ്ചാത്യ യൂറോപ്പിന്റെ മാതൃക പിന്തുടരണോ, അല്ലെങ്കിൽ റഷ്യയുടെ സ്വന്തം സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ട് അവരുടെ ഒരു ആത്മീയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിലൂടെയാണോ നേടാൻ സാധിക്കുക എന്നുള്ളതാണ്. രണ്ട് വിഭിന്നമായിട്ടുള്ള ആശയങ്ങളാണ്. റഷ്യയുടെ പുരോഗതി ഏത് മാർഗത്തിലാണ് സാധ്യമാവുക എന്നതാണ് ഇവരുടെ ആശയധാര എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സ്ലാവോഫൈൽസിന്റെ ആശയം നോക്കാം. സ്ലാവോഫൈൽസ് റഷ്യക്ക് സ്വന്തമായിട്ടൊരു എൻറ്റിറ്റി അഥവാ ഒരു റഷ്യൻ സ്പിരിറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ഒരു സാംസ്കാരിക ഐക്യമുണ്ട് എന്നൊക്കെയാണ് അവര് വിശ്വസിച്ചിരുന്നത്. അപ്പൊ പാശ്ചാത്യ രാജ്യത്തെ അനുകരിക്കുന്നത് റഷ്യക്ക് ഗുണകരമല്ല, റഷ്യയുടെ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് വിഭാഗം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വിഭാഗമാണ് സ്ലാവോഫൈൽസ് എന്ന് പറയുന്നത്. സ്ലാവോഫൈൽസ്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ, അതായത് ഈ സ്ലാവോഫൈലിയൻ ആശയം ഉൾക്കൊണ്ട പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് അലസ്കി ഹോമോക്കോവ്, അതുപോലെ തന്നെ ഇവാൻ കിരീവ്സ്കി എന്നീ രണ്ടുപേര്. റഷ്യൻ പേരുകളാണ്. ഒന്ന് കുറച്ച് ദസ്തേവ്സ്കി, ഇങ്ങനെയുള്ള പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഒരു റഷ്യൻ നെയിമാണ് അലസ്കി ഹോമോക്കോവും അതുപോലെ ഇവാൻ കിരീവ്സ്കിയുമാണ്. ഈ രണ്ട് പേരുകളൊന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ ആശയങ്ങൾക്ക് വ്യക്തിവാദത്തിന്, അവർ യൂട്ടിലിറ്റേറിയൻ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കളാണ് പാശ്ചാത്യർ, അല്ലെ? അതായത് സമ്പൂർണമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം, അതിനുവേണ്ടി വാദിച്ച ആളുകളാണ് പാശ്ചാത്യര്. എന്നാൽ ഇവര് ഒരിക്കലും ഈ സമ്പൂർണ്ണ വ്യക്തിവാദത്തിന് അനുകൂലമായിരുന്നില്ല. അതിന് എതിരായിട്ടുള്ള ആശയമാണ് ഇവര് കൊണ്ടുപോയത്. മാത്രമല്ല ഇവര് പൂർണ്ണമായിട്ട് സർഭരണത്തെ തള്ളി പറഞ്ഞവരുമല്ല. അതായത് റഷ്യയുടെ ആശയം, റഷ്യയുടെ സംസ്കാരം, അതിനെ ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുമ്പോൾ റഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് സർഭരണം അല്ലെങ്കിൽ സർ ചക്രവർത്തിമാർ എന്ന് തന്നെ വിശ്വസിച്ചവരായിരുന്നു ഇവർ. ഇനി അവര് റഷ്യയുടെ ഭാവി അതിന്റെ സ്വന്തം പാരമ്പര്യത്തിലാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഇനി നമുക്ക് വെസ്റ്റേണേഴ്സിന്റെ ആശയം നോക്കാം. റഷ്യ പാശ്ചാത്യ യൂറോപ്പിനെ പോലെ പുരോഗമിക്കണം എന്നതായിരുന്നു ഇവരുടെ വാദഗതി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശാസ്ത്രത്തിലാണെങ്കിലും വ്യവസായവൽക്കരണം, ഭരണഘടന, ജനാധിപത്യം, ഇങ്ങനെ എല്ലാ മാർഗങ്ങളിലും ഇവർക്ക് പാശ്ചാത്യരോട് ഒത്തുനിൽക്കുന്ന, അവരെ ഫോളോ ചെയ്യുന്ന, അനുഗമിക്കുന്ന സമീപനങ്ങളാണ് റഷ്യക്ക് അനുചിതം എന്ന് വാദിച്ചവരായിരുന്നു ഇവർ. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പേരുകൾ എന്ന് പറയുന്നത് ഹേഴ്സൺ ആണ്, അതായത് അലക്സാണ്ടർ ഹേഴ്സൺ, അതുപോലെ വിസോറിയൻ ബെലിൻസ്കി. ഈ രണ്ട് പേരുകളാണ് നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത്. ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാപരമായ രാജഭരണം അത് മാത്രമേ നിലനിൽക്കൂ, അല്ലാതെ സമ്പൂർണ്ണ രാജാധികാരത്തെ അബ്സല്യൂട്ട് മൊണാർക്കിയെ ഇവര് ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. വ്യവസായവൽക്കരണവും ആധുനിക വിദ്യാഭ്യാസവും മോഡേണിറ്റിയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചവരാണ് വെസ്റ്റേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് റഷ്യയുടെ പുരോഗതി യൂറോപ്യൻ മാതൃക പിൻപറ്റുന്നതിലൂടെയാണ് പോസിബിൾ ആവുക എന്ന് വിശ്വസിച്ചവരായിരുന്നു. ഇനി അതുപോലെ സ്ലാവോഫൈൽസ് റഷ്യയുടെ ആത്മീയതയ്ക്കും സാംസ്കാരികതയ്ക്കും മുൻനിർത്തി പ്രവർത്തിച്ചവരും, വെസ്റ്റേണേഴ്സ് ആധുനികവൽക്കരണത്തിലൂടെ, പാശ്ചാത്യവൽക്കരണത്തിലൂടെയാണ് റഷ്യയുടെ പുരോഗതി എന്ന് വാദിച്ചവരുമായിരുന്നു. ഈ രണ്ട് പോയിന്റ്സ് ആണ് നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഇനി ഇമ്പീരിയൽ റഷ്യ, അതായത് റൊമനോവ് ഭരണകാലത്ത് സാമൂഹിക അസമത്വവും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ഒക്കെ
കൊണ്ട് ഒരു പ്രത്യേക സാഹചര്യമാണ് റഷ്യയിൽ അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സാമ്രാജ്യത്വ ഭരണവും അതുപോലെ ഏകാധിപത്യവും ഒക്കെ തന്നെ ഒരു കർഷകാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് ചേർന്ന രീതിയിൽ മാത്രമാണ് അവിടെ രൂപപ്പെട്ടിരുന്നത്. എന്ന് വെച്ചാൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് അക്കാലത്ത് റഷ്യയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി റഷ്യയുടെ സോഷ്യൽ സ്ട്രക്ചർ, ആ ഒരു കാലഘട്ടത്തിലെ സാർ ഭരണ കാലഘട്ടത്തിലെ സോഷ്യൽ സ്ട്രക്ചർ എന്തായിരുന്നു പരിശോധിക്കാം. അപ്പോൾ നമുക്ക് സമൂഹത്തിലെ ഏത് സൊസൈറ്റി എടുത്തു നോക്കിയാലും നമുക്ക് ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും അല്ലെ, സോഷ്യൽ ഹയറാർക്കി കാണാനായിട്ട് സാധിക്കും. റഷ്യയിലും അങ്ങനെ ഉണ്ടായിരുന്നു. അവര് സർ ഭരണാധികാരികളും അതുപോലെ തന്നെ നോബിൾ ക്ലാസും പ്രഭുക്കന്മാരും അടങ്ങുന്ന ഒന്നാമത്തെ വിഭാഗം. ഇവര് ഒരു അഭിജാത വർഗമായിരുന്നു. അതായത് ഒരു നോബിലിറ്റി, ഭൂമിയുടെ കൈവശാവകാശം ഇവർക്കായിരുന്നു. അതുപോലെ തന്നെ അവര് സർ ഭരണത്തെ വളരെ ശക്തമായിട്ട് പിന്തുണച്ചു. അതിന്റെ കാരണം എന്ന് പറയുന്നത് സർ ഭരണാധികാരികള് ഈ നോബിലിറ്റിക്ക് എല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. അവർ വളരെ സുഖലോലുപരായിട്ട് യാതൊരു ജോലിയും ചെയ്യാതെ വളരെ സമൃദ്ധമായിട്ട് ജീവിച്ചു. ഭൂമിയുടെ കൈവശാവകാശം അവർക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കീഴില് ഒരുപാട് കർഷകര് ഭൂമിയോട് ടൈ ചെയ്യപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെ സുഖലോലുപത അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സാർ ഭരണത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇനിയും രണ്ടാമത്തേത് ക്ലർജിയാണ്, അതായത് പുരോഹിത വർഗം അല്ലെ, മത പണ്ഡിതരായിട്ടുള്ള ആളുകളായിരുന്നു. റഷ്യൻ ഓർത്തഡോക്സ് ചേർച്ച് വളരെ ശക്തമായിട്ടുള്ള വളരെ പ്രബലമായിട്ടുള്ള ഒരു കേന്ദ്രമായിരുന്നു. ഇവര് സർഭരണത്തില് ദൈവികത ചാർത്തി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ചർച്ചായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർ ഭരണാധികാരി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷൻ, ഒരു ഷാഡോ ഓഫ് ഗോഡ് എന്ന രീതിയിലാണ് അവര് ഭരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പരിവേഷം ഭരണാധികാരിക്ക് നൽകുന്നത് ചർച്ചിന്റെ ജോലിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരും തീർച്ചയായിട്ടും ഭരണത്തെ വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. ഇനി മറ്റൊന്നാണ് പെസൻട്രി ആണ്. ജനസംഖ്യയുടെ ഒരു 80% ഈ പാവപ്പെട്ട കർഷകരായിരുന്നു. 1861 വരെ ഇവര് ഷെർഫ്ഡം അല്ലെങ്കിൽ ഷെർഫ്ഡം എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അവിടെ ഷെർഫ്ഡം നിലനിന്നിരുന്നു. അതായത് അടിമത്തത്തിന്റെ ഒരു വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു ഷെർഫ്ഡം എന്ന് പറയുന്നത്. യജമാനനും അടിമയും, അതില് ഈ അടിമകള് യാതൊരു വിധത്തിലുള്ള പൗരാവകാശങ്ങളും ഇല്ലാത്ത, വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ ഏതുമില്ലാത്ത വിഭാഗമായിരുന്നു. ഇതില് അലക്സാണ്ടർ രണ്ടാമൻ 1861 ഈ ഷെർഫ്സിന് ഒരു ലിബറേഷൻ അഥവാ മോചനം പ്രഖ്യാപിച്ചു. പക്ഷേ കർഷകർക്ക് ഭൂമിയൊക്കെ ലഭിക്കാനുള്ള നിയമ നടപടികളൊക്കെ അവിടെ സ്വീകരിച്ചെങ്കിലും ഇതൊന്നും പ്രാക്ടിക്കൽ ആയില്ല, ഇതൊന്നും നടപ്പിലാക്കപ്പെട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ജനങ്ങൾക്ക് വളരെ കഷ്ടതയിൽ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ കർഷകര് ജീവിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു പീരീഡ് നമ്മൾ ഓർക്കണം, ഒരുപാട് പഴയ കാലമല്ല. 1917 ഒരു ഒന്നാം ലോകയുദ്ധമൊക്കെ നടക്കുന്ന വളരെ റീസെന്റ് ആയിട്ടുള്ള സമയത്ത് തന്നെയാണ് ഇത് നടക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു കർഷകരുടെയൊക്കെ ദുരിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആഴം മനസ്സിലാവുക. ലോകം മൊത്തം ജനാധിപത്യത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പീരീഡിലാണ് ഇവിടെ ഇങ്ങനെ ഒരു അബ്സല്യൂട്ട് മൊണാർക്കി എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. ഇനി ഒരു ഗ്രാമീണ കമ്മ്യൂൺ സിസ്റ്റം അവിടെ നിലനിന്നിരുന്നു. ഒരു റൂറൽ കമ്മ്യൂൺ സിസ്റ്റം ആയിരുന്നു. അതായത് തൊഴിലാളികള് ഈ ഗ്രിഡ് സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടുള്ള തൊഴിൽ, വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു അവിടെ റഷ്യയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നഗര തൊഴിലാളികൾ, ഏർബൻ വർക്കേഴ്സും ഉണ്ടായിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ടാണ് റഷ്യയിൽ വ്യവസായ വിപ്ലവം വരുന്നത്. നമുക്കറിയാം 18ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടില്, അതായത് യൂറോപ്പില് വ്യവസായ വിപ്ലവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് റഷ്യയിലേക്ക് വരുന്നത് വീണ്ടും കുറച്ചുകൂടി വൈകിട്ടാണ്, 19ാം നൂറ്റാണ്ടിലാണ്. ഇവിടെ തൊഴിലാളികൾക്ക് ഫാക്ടറി വ്യവസ്ഥയിൽ വളരെ കുറഞ്ഞ വേതനവും അതുപോലെ വളരെ ദീർഘനേരത്തെ തൊഴിൽ സമയവുമായിരുന്നു അവർക്ക് ഫിക്സ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ദീർഘമായ ജോലി സമയം തൊഴിലാളികളെ ശാരീരികമായിട്ട് ആരോഗ്യപരമായിട്ട് വളരെയേറെ അവരെ തളർത്തിയിരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് ഈ ഭരണത്തോട് കടുത്ത അസംതൃപ്തി ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്.
പിന്നീട് ഈ ഒരു വിഭാഗമാണ് വിപ്ലവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ നോക്കുന്നത് ഇക്കണോമിക് കണ്ടീഷനാണ്, അതായത് സാമ്പത്തിക അവസ്ഥയാണ്. ഒരു അഗ്രേറിയൻ ഇക്കോണമിയാണ്, പൂർണ്ണമായിട്ടുള്ള കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു റഷ്യക്ക് എന്ന് നമ്മൾ കഴിഞ്ഞ ഏതാനും ഭാഗത്തായിട്ട് ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രധാന ഉപജീവനം കൃഷി തന്നെയാണ്. അപ്പൊ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള കാർഷിക രീതികളാണ് ഇവർ ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഉൽപാദനക്ഷമതയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രൊഡ്യൂസിന്റെ നല്ല ഒരു പങ്കും ഇവരെന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നികുതിയായിട്ട് സർക്കാരിലേക്ക് കൊടുക്കുകയും ചെയ്യണം. എന്ന് വെച്ചാൽ ഇവര് കടുത്ത ദാരിദ്ര്യത്തിൽ ഒരുപാട് അധ്വാനം ബാക്കി അവർക്ക് മിച്ചം വെക്കാനൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം അതായിരുന്നു റഷ്യയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്ന 1890-കളിലൊക്കെ വളരെ വേഗതയാർന്ന രീതിയിലുള്ള വ്യവസായവൽക്കരണം ഒക്കെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന സെർജി വിറ്റേറ്റ്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, സെർജി വിറ്റേറ്റിന്റെ കുറെ തന്നെ പരിഷ്കാരങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വ്യവസായ വളർച്ച ഇദ്ദേഹം സെർജി വിറ്റേറ്റ് വ്യവസായവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചു, റെയിൽവേ വികസനം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇത് വിദേശ മൂലധനം റഷ്യയിലേക്ക് ആകർഷിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ഒരു സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തില് അർബനൈസേഷൻ കൂടുതൽ ശക്തമായി നഗരങ്ങളിലേക്ക്, ഗ്രാമീണ മേഖലയിൽ നിന്ന് നഗരങ്ങളിലേക്ക് ശക്തമായ കുടിയേറ്റം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. ഇനി നമുക്കിപ്പോൾ ഈ ഒരു അവിടുത്തെ സാമ്പത്തിക അവസ്ഥ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആണ്, കടുത്ത സാമ്പത്തിക അസമത്വം റഷ്യയിൽ നിലനിന്നിരുന്നു. നോബിലിറ്റിയും അതുപോലെ പെസൻട്രിയും തമ്മിൽ വളരെ കടുത്ത അന്തരം ഉണ്ടായിരുന്നു എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ റഷ്യൻ റവല്യൂഷന്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സാമൂഹിക അസമത്വം, അതുപോലെ സാമ്പത്തിക ദുരിതം, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു ജനകീയ പ്രക്ഷോഭമാണ്. ഈ പ്രക്ഷോഭത്തിന്റെ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സാമൂഹിക അസമത്വത്തിന്റെയും ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന്റെയും ഒക്കെ റിസൾട്ടാണ് ഈ വിപ്ലവം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് 1917 ഫെബ്രുവരിയിൽ ആണ് വിപ്ലവത്തിന്റെ ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത് 1917 ഫെബ്രുവരിയാണ്. ഇനി നമ്മള് ഇമ്പീരിയൽ റഷ്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ റഷ്യൻ വിപ്ലവത്തിന് പ്രധാനമായിട്ട് കാരണമായിട്ടുണ്ട്. ഇനി റഷ്യയെ ഒരു കാർഷിക അല്ലെങ്കിൽ കർഷക അധിഷ്ഠിതമായിട്ടുള്ള അസമത്വപൂർണമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് നിലനിർത്തുന്നതിന് ഇത് കാരണമായി. കൂടാതെ ഭാഗികമായിട്ടുള്ള വ്യവസായവൽക്കരണം ഈ അസമത്വത്തെ കൂടുതൽ രൂക്ഷമാക്കി. ഒരു വിഭാഗം ആളുകളെ ഏറ്റവും കുറഞ്ഞ ജീവിത സാഹചര്യത്തില് ഫാക്ടറിയുടെ ഭാഗമായിട്ട് ജീവിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഒരു ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും ഉയർന്ന ആഡംബരങ്ങളിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം. ഈ വളരെ ഒരു വലിയ വിടവ് ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് തീർച്ചയായിട്ടും 1917 വിപ്ലവത്തിലേക്ക് നയിച്ചു. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അങ്ങോട്ട് നമുക്ക് അടുത്ത യൂണിറ്റില് ഈ വിപ്ലവത്തിന്റെ കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. താങ്ക് യു.